നമ്മളങ്ങനെ നെല്ലൂരിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നമ്മുടെ നാട്ടിലൊക്കെയുള്ള പാസഞ്ചർ ഓട്ടോറിക്ഷയാണ്. അതായത് ആളുകളെ കയറ്റുന്ന ഓട്ടോറിക്ഷയാണ്. ഇതിൻ്റെ ബാക്ക് ഡോറൊക്കെ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഒരുപാട് ലോഡ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ ഒരു വണ്ടി പോലും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇത്രയും ലോഡ് എടുത്തിട്ട് വുഡിൻ്റെ മേലെ വരെ സാധനങ്ങൾ വെച്ചിട്ടൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ നെല്ലൂർ ടൗണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊരു ബ്രിഡ്ജ് വരുന്ന ഒരു സ്ഥലം കാണാൻ സാധിക്കുകയുണ്ടായി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഏരിയകൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടുള്ള കുറേ കാഴ്ചകളാണ് കാണാൻ സാധിച്ചത്. വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ പച്ചയിൽ ഒരുപാട് പായലുകൾ കിടക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മളിങ്ങനെ ഈ ഷട്ടറിൻ്റെ ഒക്കെ ഓരോ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതൊക്കെ ഒരു പ്രത്യേക തരം കളറിലൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് ലോങ് നോക്കുമ്പോൾ. അങ്ങനെ നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകണമൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ കുറച്ച് അപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതുപോലത്തെ കുളവായ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സാധനം അവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ മലകൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ നമ്മൾ നിൽക്കുന്നതിന് നേരെ ബാക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ക്ഷേത്രം വരുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്ന ആ വണ്ടികളൊക്കെ കയറി വരുന്ന ഒരു ചെറിയൊരു കയറ്റം മാതിരിയാണ്. അതിങ്ങനെ കാണാൻ ഭയങ്കര രസമാണെന്നുള്ളത് ആ ഒരു നിർമ്മിതിയാണ് ഞാനിങ്ങനെ നോക്കി കാണുന്നത്. അങ്ങനെ നമ്മളെ മാലിക്കിനെ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. മാലിക്ക് നിർത്തിയതിന് നേരെ ബാക്കിലായിട്ട് ഫ്ലാറ്റുകളാണ്. ഒരുപാട് ഫ്ലാറ്റുകൾ സൈലൻ്റായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ബോർഡ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ നേരെ കയറുന്ന ഭാഗത്തിൻ്റെ ആ ഒരു ഏരിയയിലായിട്ട് അല്ലെങ്കിൽ ആ ബ്രിഡ്ജിൽ നിന്ന് വരുമ്പോൾ നേരെ കാണാൻ സാധിക്കുന്നത് ഇതുപോലൊരു പ്രതിമയാണ്. ഇത് ആരാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഫുള്ള് തെലുങ്കുവിലാണ് ഇവിടെ മൊത്തം എഴുതി വെച്ചിട്ടൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു പള്ളിയുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് കയറുന്ന സ്ഥലത്തായിട്ടുണ്ട് ഇതുപോലത്തെ ഒരു സ്തൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ബ്രിഡ്ജിൻ്റെ മേൽഭാഗത്തേക്ക് നോക്കുമ്പോൾ വലിയ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല, കാറുകൾക്ക് മാത്രമേ പോകാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഇത്രയും വലിയ ബ്രിഡ്ജ് ഇത്രയും ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ടാണ് വലിയ വാഹനങ്ങൾ അല്ലെങ്കിൽ മിനിമം നമ്മളെ ബസ് അല്ലെങ്കിൽ നമ്മളെ ക്രൂയിസർ ട്രാവലർ ഇങ്ങനെയൊക്കെയുള്ള വണ്ടിയെങ്കിലും കയറ്റിവിടാൻ സാധിക്കാത്തൊരു ഏരിയ എന്നുള്ളത് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. അങ്ങനെ ഞാനിതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പല സെക്ഷനുകളായിട്ട് ഇത് തരം തിരിച്ച് കിടക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിച്ച്. അതായത് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഏരിയയിൽ നിന്ന് വരുന്ന വെള്ളം ഇതിൻ്റെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഇനി ഇവിടുന്ന് പോകുന്ന വെള്ളം തുറന്നു വിടുമ്പോൾ ഓരോ ഏരിയയിലേക്കും വിടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഈ ഒരു ഗ്യാപ്പിലേക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇതുപോലൊക്കെ വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ കുന്നുകൂടിയിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പച്ച നിറത്തിലുള്ള വെള്ളമാണ്, തെളിയൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ നോക്കി കാണുമ്പോൾ ഇവിടുന്ന് പിന്നെ വേറൊരു പാലത്തിൻ്റെ അടിയിലേക്കാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത്. അങ്ങനെ ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന വണ്ടിയുടെ ആ ഒരു താളം കാണാൻ ഭയങ്കര രസമാണ്. കാരണം ഓവർ സ്പീഡിലൊന്നും വരാൻ കഴിയില്ല. കാരണം ഇവിടെയൊക്കെ ഒന്ന് എകർത്തിയിട്ടാണ് ഈ ഒരു നിർമ്മിതികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നീട് നമ്മളിവിടെ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ നെല്ലൂർ ബ്രിഡ്ജ് എന്നുള്ള വലിയൊരു ക്യാപിറ്റൽ അക്ഷരത്തിൽ കൊടുത്തിട്ടുള്ള ഒരു എഴുത്തും കൂടിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നശിച്ചു പോകാൻ ആയിട്ടുണ്ട്, കാരണം ഇതിൻ്റെ സൈഡിലുള്ള പുല്ലുകൾ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്.